അപ്പോൾ പേജ് നമ്പർ 63 ഗൂദഡ് സായി. ജയശങ്കർ പ്രസാദ് എഴുതിയ ഗൂദഡ് സായി എന്നുള്ള കഹാനിയിലെ നായകൻ ഗൂദഡ് സായി ആണ്. അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് ഈ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. पाठ का उद्देश्य स्नेह और वात्सल्य भाव की अनुभूति करवाना, दया भाव और क्षमा आदि गुणों का विकास करना. ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടല്ലോ. എന്താണത്? സ്നേഹവും വാത്സല്യവും തിരിച്ചറിയുക. സ്നേഹവും വാത്സല്യവും തിരിച്ചറിയുക. അത് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നില്ലേ? നമ്മൾ ചെറിയ കുട്ടികളാണ് അല്ലേ? ചെറിയ കുട്ടികളാകുമ്പോൾ എന്താണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു കെയറിങ് അല്ലേ, ഒരു സ്നേഹവും വാത്സല്യം പരിഗണന ഒക്കെ കിട്ടുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന്റെ ഇടയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് കിട്ടുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ കൂടുതൽ പരിഗണിക്കും അല്ലേ? അതായത് കൂടുതൽ സ്നേഹത്തോടും വാത്സല്യത്തോടായിരിക്കും പേരൻസ് വളർത്തുന്നുണ്ടാവുക. അതുപോലെ തന്നെ ദയാഭാവ് और ക്ഷമ ആദി ഗുണോं का विकास करना, നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് കൂടി ഈ പാഠഭാഗം പഠിച്ചു കഴിയുമ്പോൾ കിട്ടണം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദയ തോന്നണം. എങ്ങനെ മറ്റുള്ളവരോട് ദയ തോന്നുക? നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു വിഷമം കാണുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ദയ, നമ്മൾ കരുണ കാണിക്കണം. മനസ്സിലായോ? ഇതാണ് ഈ പാഠഭാഗം തന്നിട്ടുള്ള ലക്ഷ്യം. അപ്പൊ 8ാം ക്ലാസ്സുകാർ ആരും കഠിന ഹൃദയമുള്ളവരാകരുത്. എന്ത് ചെയ്യണം? ദയ ഉള്ളവരാകണം അല്ലേ? അപ്പോ പാഠഭാഗം മിസ് വായിക്കാം, നിങ്ങൾ നോക്കുക. സായിം ഓം സായിം एक लड़के ने पुकारा, साईं घूम पड़ा. उसने देखा कि एक 8 वर्ष का बालक उसे पुकार रहा है. आज कई दिन बाद उस मोहल्ले में साईं दिखलाई पड़ा है. साईं बैरागी था, माया नहीं, मोह नहीं, परंतु कुछ दिनों से उसकी आदत पड़ गई थी कि दोपहर को मोहन के घर जाता, अपने 2-3 गंदे गूदड़ यत्न से रखकर उन्हीं पर बैठ जाता और मोहन से बातें करता. जब कभी मोहन उसे गरीब और भिखमंगा जानकर मां से अभिमान करके पिता की नजर बचाकर कुछ साग रोटी लाकर दे देता, तब उस साई के मुख पर पवित्र मैत्री के भावों का साम्राज्य छा जाता. गूदड़ साई उस समय 10 वर्ष के बालक के समान अभिमान, सराहना और उल्लाहनों के आदान प्रदान के बाद उसे बड़े चाव से खा लेता. मोहन की दी हुई एक रोटी उसकी अक्षय तृतीया का कारण होती. एक दिन मोहन के पिता ने उसे देख लिया. वे बहुत बिगड़े, ढोंगी फकीरों से उनको साधारण और स्वाभाविक चिढ़ती. मोहन को डांटा कि वह इन लोगों के साथ बात न किया करे. साई हंस पड़ा चला गया. ഇജാസ് വരുന്നുണ്ട്. ഇജാസേ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. മിസ്സിനെ കാണാൻ പറ്റുന്നില്ല അല്ലേ? മിസ്സിന്റെ വീഡിയോ ഓഫ് ആണ്, എന്തോ കംപ്ലൈന്റ് ആയിപ്പോയി. എന്തുണ്ട് വിശേഷം? നാട്ടിലെത്തിയിട്ട് സുഖം തന്നെയോ? സുഖം മിസ്സേ. ഗ്രാൻഡ് മദർ മരിച്ചുപോയി. അതാ ഇത്ര നാളും ക്ലാസ്സിൽ കയറാണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കായിരുന്നു. ഓ അതെയോ? എപ്പോ? നമ്മള് വന്ന ദിവസം തന്നെ മരിച്ചുപോയി. അതെയോ? എവിടെ? നിന്റെ അവിടെ തന്നെയാ? പെടേനെയാ? ഏതാ സ്ഥലം? പാടിച്ചല്ല, പുളിങ്ങോത്ത്. അതെയോ? ഓ അപ്പൊ അതിന്റെ തിരക്കായിരിക്കും അല്ലെ? നിങ്ങൾ ആ റൂട്ടിൽ ഞാൻ വന്നിരുന്നു കഴിഞ്ഞ ദിവസം. നിന്റെ അനിയത്തിനെയും ബസ്സിൽ കയറ്റി തോന്നല്ലേ അന്ന്? ബസ്സിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. ഇറക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ബസ് വിട്ടപ്പോഴാ പറഞ്ഞത് അത് ഇജാസിന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അതുകൊണ്ട് ഉമ്മയോട് പറഞ്ഞു കേട്ടോ. എനിക്ക് അറിയാത്തോണ്ട് പരിചയമില്ലാത്ത റൂട്ട് വന്നോണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇപ്പൊ അതിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ 63 പേജ് നമ്പർ 63 11ാമത്തെ ലെസൺ ആണ് ഇപ്പൊ എടുക്കുന്നത്. ഗൂദഡ് സായി.
നീ ഇനി സ്കൂളിലേക്ക് വരുന്നില്ലെന്ന് ചോദിക്കുന്നു. എപ്പോഴാ വരുന്നെന്ന്? ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട്, അതൊക്കെ സുഖമായിട്ട് വരാം. നീ നാട്ടിലെത്തിയപ്പോ ഒരു ഇത് പോയി തോന്നല്ലേ, കുറച്ചൊരു ഇജാസിനെ കാണുമ്പോ നാട്ടിലെത്തിയപ്പോ എന്തൊരു മാറ്റം തോന്നില്ലേ? അനിയൻ ക്ഷീണം പിടിച്ച പോലെ ഉണ്ട്. ചെറുതായിട്ട് പനിയൊക്കെ വന്നായിരുന്നു. ഓക്കെ, പനിയൊക്കെ മാറിയിട്ട് വാട്ടോ. ഓക്കെ മിസ്. ശരി. പേജ് നമ്പർ 63 ഗൂദഡ് സായി എന്നുള്ള ലെസൺ എടുക്കുക. അപ്പൊ ജയശങ്കർ പ്രസാദ് എഴുതി ഈ കഥയിലെ നായകൻ ഗൂദഡ് സായി ആണ്. അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് ഈ പാഠഭാഗത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ പാഠഭാഗം തന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് സ്നേഹവും വാത്സല്യവും അത് കുട്ടികളായ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചറിയാൻ പറ്റണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവണം, ഈ പാഠഭാഗം പഠിച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ദയ തോന്നണം. മറ്റുള്ളവരുടെ അതായത് ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നണം, ദയ തോന്നണം, കരുണയുള്ളവനാവണം അല്ലേ. പിന്നെ അതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടാവണം. എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യണം, അവരോട് ക്ഷമിക്കാനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. സായി ഓ സായി ഏക്കിലെടുക്കേനെ പുകാര. ഒരു ആൺകുട്ടി വിളിക്കുകയാണ്, സായി ഓ സായി. സായി എന്ന് പറഞ്ഞ ആരാ? സായി ഷോൺ പറയുന്നുണ്ടോ? എല്ലാരും നെറ്റും പോയാ? അനക്കല്ല പെട്ടെന്ന് വരും. സായി എന്ന് പറഞ്ഞ എന്താന്നറിയോ? സായി എന്ന് പറഞ്ഞാല് സന്യാസി എന്ന് പറയാറുണ്ട്. സന്യാസി, മഹർഷിമാരെ സായി എന്ന് വിളിക്കാറുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കുട്ടി വിളിക്കുകയാണ്, സായി ഓ സായി. സായി ഘൂം പടാ ഉസ്നെ ദേഖാ കി ഏക് 8 വർഷ കാ ബാലക് ഉസേ പുകാർ രഹാ ഹൈ. അദ്ദേഹം കണ്ടു, അപ്പൊ എന്നെ ഒരു 8 വയസ്സുള്ള പ്രായമുള്ള ഒരു കുട്ടി എന്നെ വിളിക്കുന്നത് കണ്ടു. ആജ് കൈ ദിൻ ബാദ് ഉസ് മുഹല്ലേ മേ സായി ദിഖ്ലായി പടാ ഹൈ. ഇപ്പൊ ഈ പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സായിയെ കാണുന്നുണ്ട്. ആര്? ആ കുട്ടി. സായിയുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ? ഭിക്ഷയാചിക്കുന്ന ആള്, അതാണ് ശരിയായ മീനിങ് കേട്ടോ. അപ്പൊ സായി ബൈരാഗി ഥാ മായാ നഹി മോഹ നഹി परंतु कुछ दिनों से उसकी आदत पड़ गई थी कि दोपहर को मोहन के घर जाता, अपने 2-3 गंदे गूदड़ी यत्न से रखकर उन्हीं पर बैठ जाता और मोहन से बात करते. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ സായി എന്ത് ചെയ്യുന്നറിയോ? ഇവരുടെ കീറിയ ഡ്രസ്സൊക്കെ ആണ് ധരിച്ചിട്ടുണ്ടാവും. ആര്? അയാള്, ആ സായി ധരിച്ചത് കീറിയ ഡ്രസ്സാണ്. എങ്കിലും എന്ത് ചെയ്യുന്നു? മോഹൻ എന്ന് പറഞ്ഞ ഈ കുട്ടിയോട് അല്പസ്വല്പം സംസാരിക്കും. ആര്? ഈ സായി. ആ കുട്ടിയോട് ഒരു സ്നേഹം തോന്നി അയാൾക്ക്. जब कभी मोहन उसे गरीब और भिखमंगा जानकर माम से अभिमान करके पिता की नजर बचाकर कुछ साग रोटी लाकर देता. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്യുന്നറിയോ? അവന് മനസ്സിലായി ഇത് പാവപ്പെട്ട ഒരാളാണ്, ഇയാൾ ഭിക്ഷയാചിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഭക്ഷണം, എന്തെങ്കിലും ഫുഡ് കൊണ്ടു കൊടുത്താലും തോന്നിയിട്ട്, അതായത് അച്ഛൻ അറിയാതെ അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് അവൻ എന്ത് ചെയ്തു? സാഗ് റോട്ടിയിലാക്കർ ദേദേത്ത, കുറച്ച് ഭക്ഷണ പൊതി, അതായത് റൊട്ടി മീൻസ് ചപ്പാത്തി, എങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഭക്ഷണ പൊതി ആ സായിക്ക് കൊണ്ടു കൊടുത്തു. തബ് ഉസ് സായി കെ മുഖ് പർ പവിത്ര മൈത്രി കെ ഭാവോം കാ സാമ്രാജ്യ ഛാ ജാത. ആ സമയത്ത് സായിയുടെ മുഖത്ത് വളരെയധികം സന്തോഷം തോന്നി. സായിയുടെ മുഖത്ത് വളരെയധികം സന്തോഷം. എന്ത് കണ്ടിട്ടുണ്ടാവും? എന്ത് കണ്ടിട്ടായിരിക്കും സന്തോഷം? ഫുഡ് അല്ലേ? ആ കുട്ടി ആ ഫുഡ് കൊണ്ടു കൊടുത്തപ്പോ അപ്പോഴാണ് സന്തോഷം തോന്നിയത്. गूदड़ साई उस समय 10 वर्ष के बाले के समान अभिमान, सराहना और उल्लाहनों के आदान प्रदान के बाद उसे बड़े चाव से गाला था.
അപ്പൊ ആ സായി എന്ത് ചെയ്തെന്നറിയോ? ഒരു 10 വയസ്സുള്ള കുട്ടിയെ പോലെ അഭിമാനത്തോടു കൂടി, അതുപോലെ തന്നെ ആ അവൻ കൊണ്ടുകൊടുത്ത ഭക്ഷണം വളരെയധികം ഇൻട്രസ്റ്റോടു കൂടി തന്നെ കഴിച്ചു. മോഹൻ की दी हुई एक रोटी उसकी अक्षय तृप्ति का कारण होती है. അവൻ നൽകിയ ഒരു റൊട്ടി തന്നെ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി തന്നെ അദ്ദേഹത്തിന്റെ വയറ് നിറയാൻ അത്രയും മതിയായിരുന്നു. एक दिन मोहन के पिता ने उसे देख लिया. ഒരു ദിവസം ഈ മോഹന്റെ ഫാദർ ഇവരെ കണ്ടു. वे बहुत बिगड़े ढोंगी फकीरों से उनको साधारण और स्वाभाविक चिढ़ती. ഇതാണ് ഈ മോശം ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നത്. അതായത് അയാൾക്ക് അത് സഹിച്ചില്ല. കാരണം എല്ലാവരും അങ്ങനെ സഹിക്കുമോ? അത് തന്റെ മക്കള് ഒരു ഭിക്ഷക്കാരനുമായിട്ട് കമ്പനി കൂടുന്നത് ഇഷ്ടപ്പെടുവോ? ഏതെങ്കിലും പേരൻസ് പറയോ അങ്ങനെ ഭിക്ഷ യാചിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ വീട്ടിലുള്ളതെല്ലാം എടുത്തുകൊണ്ട് കൊടുത്തോ എന്ന് പറയോ? ആർക്കും അത് ഇഷ്ടം തോന്നൂല അല്ലേ? അപ്പോ മോഹൻ കോ ढांढा വഹ് ഇൻ ലോഗോं के साथ बात न किया करें. അച്ഛൻ പറഞ്ഞു അയാളുമായിട്ട് യാതൊരു ഇടപാടും പറ്റില്ല, അയാളോട് സംസാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തില്. സായി ഹസ് പട ചലാഗയ. ഇത് സായി കേട്ടിട്ടുണ്ടായിരുന്നു. സായി അപ്പം എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് നടന്നുപോയി. അച്ഛൻ എന്താ പറഞ്ഞത്? അയാളുടെ അടുത്തേക്ക് ഇനി പോകാനോ സംസാരിക്കാനോ പാടില്ല എന്ന് തന്റെ മകന് വാണിംഗ് നൽകി. മനസ്സിലായോ? അപ്പൊ സായി അവിടുന്ന് ചിരിച്ചു. അപ്പൊ സായി അത് കേൾക്കുകയും, സായി മീൻസ് ആ ഭിക്ഷക്കാരൻ അത് കേൾക്കുകയും അവിടുന്ന് നടന്നു പോവുകയും ചെയ്തു. ആ പാരഗ്രാഫ് മനസ്സിലായോ? പേജ് നമ്പർ 64. उसके बाद आज कई दिन बाद साई आया और वह जानबूझकर उस बाले के मकान की ओर नहीं गया. അതിനുശേഷം കുറെ ദിവസങ്ങളായിട്ട് ഇപ്പൊ സായി വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഭിക്ഷക്കാരൻ എന്ത് ചെയ്തില്ല? ആ കുട്ടിയുടെ വീടിന് നേരെ നോക്കിയതേ ഇല്ല. परंतु पढ़कर लौटते हुए मोहन ने उसे देखकर पुकारा तो साई लौट आया. പക്ഷേ പെട്ടെന്ന് മോഹൻ സ്കൂളിൽ പോയി പഠിച്ച് സ്കൂളിൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ് ആര് കാണുന്നത്? സായി. അപ്പൊ സായിയെ വിളിച്ചു. തോ സായി ലൗട്ടായ, അയാൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. മോഹൻ തും ആജ്കൽ ആത്തെ നഹീം, നീ എന്താ ഇങ്ങോട്ട് വന്നത്? എന്തിനാ വരുന്നത്? തുമാരെ ബാബ ബിഗഡത്തെ, നിന്റെ അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ആര്? ആ ഭിക്ഷക്കാരൻ. നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? നിന്റെ ഫാദർ വഴക്കു പറഞ്ഞില്ലേ? നെഹീം തും റോട്ടി ലേ ജായാ കരോ ഭൂക്ക് നെഹി ലഹിത്തി, എനിക്ക് വിശപ്പൊന്നുമില്ല, അതുകൊണ്ട് നീ ഭക്ഷണം ഒന്നും കൊണ്ടുവരരുതേ എന്ന് പറഞ്ഞു. വിശപ്പില്ലാഞ്ഞിട്ടാണോ? ആ കുട്ടിയെ വഴക്കു പറഞ്ഞ് കണ്ടിട്ടാകാം അല്ലേ? അതിന്റെ സ്നേഹം, അതായത് അവനെ അങ്ങനെ വഴക്ക് കൊള്ളിക്കണ്ടെന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ട് എന്താണ് പറഞ്ഞു പോയതാണ്. അച്ഛാ കൽ ജരൂർ ആന ഭൂൽനാ മത്ത്. ഓക്കെ, എന്നാല് നിങ്ങൾ മറന്നു പോകരുതെന്നും പറഞ്ഞിട്ട് അവിടുന്ന് നടന്നു പോയി. इतने में एक दूसरा लड़का साई का गूदड़ खींचकर भागा. गूदड़ लेने के लिए साई उस लड़के के पीछे दौड़ा. ആ സമയത്തിടയ്ക്ക് വേറൊരു കുട്ടി ഓടി വന്ന് ഇദ്ദേഹത്തിന്റെ ഡ്രസ്സില്ലേ അതെടുത്ത് ഓടിപ്പോയി. അപ്പൊ ആ ഓടിപ്പോകുമ്പോ അതിന്റെ പിറകെ ഈ ഭിക്ഷക്കാരൻ എന്ത് ചെയ്തു? അതിന്റെ പിറകെയും തിരിച്ചോടി. മോഹൻ ഗഡാ ദേഖ്താ രഹ. ഇത് മോഹനൻ കാണുന്നുണ്ടായിരുന്നു. സായി ആംഖോം സെ ഓജൽ ഹോ ഗയ. കണ്ണുകളിൽ ലൈറ്റ് പ്രകാശം വന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? സായി ആംഖോം സെ ഓജൽ ഹോ ഗയ എന്നല്ല, അതായത് പെട്ടെന്ന് ഒരു ആശ്ചര്യപ്പെട്ടു പോകൂലേ, പെട്ടെന്ന് തന്റെ കയ്യിലെ സാധനം നഷ്ടപ്പെട്ടു പോയപ്പോ. ചൗരാഹെ തക് ദൗഡത്തെ ദൗഡത്തെ സായി കോ ഠോക്കർ ലഗി വഹ് ഗിർ പട. അദ്ദേഹം കുറെ ഓടി, അതിന് ക്ഷീണം വന്ന് അവിടെ വീണുപോയി. ഓടി ഓടി ക്ഷീണം വന്നു ആ കുട്ടിയുടെ പിറകെ ഓടിയിട്ട്. സിർസെ ഗൂൻ ബഹ്നെ ലഗ. അപ്പൊ ഓടി അവിടെ വീണ സമയത്ത് തല മുറിഞ്ഞ് അത് ബ്ലഡ് വരാൻ തുടങ്ങി. ഖിജാനെ കെ ലിയെ ജോ ലഡ്ക ഉസ്കാ ഗൂദർ ലേക്കർ ഭാഗാ താ വഹ് ഡർകർ ഡിഡക് ഗയ. അപ്പൊ ഒരു കുട്ടി ആ ഇതെടുത്ത് ഓടുന്നെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടി അപ്പൊ പെട്ടെന്ന് പേടിച്ചു പോയി. എന്താ കാരണം? ഇയാൾ വീണിട്ട് തലേന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലേ. മോഹൻ കെ പിതാനെ ഉസെ പക്കഡ് ലിയ और दूसरे हाथ से साई को भी पकड़ कर उड़ाया. അപ്പൊ മോഹന്റെ ഫാദർ ഇത് കാണുകയും
മോഹൻ എവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? അദ്ദേഹത്തിന് തലക്ക് മുറിഞ്ഞതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആരൊക്കെ പിടിച്ചു? മോഹന്റെ അതുപോലെ ദൂസരെ ഹാത്ത് സേ സായി കോബി പക്കടുക്കർ ഉടായ. രണ്ടുപേരെയും, സായിനെയും പിടിച്ചു, ഈ മോഹനെയും പിടിച്ചു. നടക്കൽ ലड़के के सिर पर चबद पड़ने लगी साई उड़कर गड़ा हो गया. അപ്പോ ഈ വേറൊരു കുട്ടി ഓടി എന്ന് പറഞ്ഞില്ലേ, അതൊരു വികൃതിയായ കുട്ടിയായിരുന്നു. അപ്പോ എങ്ങനെയൊക്കെയോ ഈ സായി എന്ത് ചെയ്തു? വീണെടുക്കുന്ന എഴുന്നേറ്റ് നിന്നു. മത് മാരോ ചോട്ട് ആത്തി ഹോഗി സായിനെ കഹ. അപ്പൊ സായി പറഞ്ഞു, എന്നെ തല്ലല്ലേ തല്ലല്ലേ, എന്നെ രക്ഷിക്കൂ, അതായത് എന്നെ കൊല്ലരുത്, എനിക്ക് മുറിവ് പറ്റിയതാണെന്ന്. अब लड़के को छुड़ाने लगा. मोहन के पिता ने साई से पूछा, तब चीदड़े के लिए दौड़ते क्यों थे? അപ്പൊ ആ കുട്ടിയെയും, അതായത് ഓടിയ കുട്ടിയെയും പിടിച്ച് തല്ലുവോ എന്നുള്ള പേടി ആർക്കുണ്ട്? ഈ ഭിക്ഷക്കാരന്. അപ്പൊ ഭിക്ഷക്കാരൻ പറയുമ്പോ അത് മോഹന്റെ അച്ഛൻ ചോദിച്ചു, പിന്നെ എന്താ ഈ കുട്ടി പിന്നെ ചെയ്തത്? ഇവനെ ഓടിക്കളഞ്ഞില്ലേ എന്ന് പറഞ്ഞു. സിർ ഫട്നെ പർ ഭി ജിസ്കോ രുലായി നഹി മായി thi വഹി സായി ലड़के को रोते देखकर रोने लगा. അപ്പൊ ആ കുട്ടി കരയാൻ തുടങ്ങി. ആ കുട്ടി കരയുമ്പോ ആരും കരയാൻ തുടങ്ങി? ഈ ഭിക്ഷ യാചിക്കുന്ന ആളും കരയാൻ തുടങ്ങി. സായി ഉസ്നെ കഹാ, ബാബാ മേരെ പാസ് ദൂസരി കौन सी वस्तु है जिसे देकर इन रामरूप भगवान को प्रसन्न करता. എന്റെ കയ്യില് വേറൊരു സാധനം ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പോ അതായത് ഭഗവാൻ എനിക്ക് ഇത്രേ തന്നുള്ളൂ, അതായത് ഇതേ എന്റെ കയ്യിലുള്ളൂ എന്ന് ആര് പറഞ്ഞു? സായി. तो क्या तुम इसलिए गूदड़ देखते हो? അപ്പോ നിങ്ങള് ഇങ്ങനെയാണോ അതായത് നിങ്ങളുടെ ഡ്രസ് ഇതൊക്കെ എന്താണ്? അതായത് അഴുക്ക് നിറഞ്ഞ് കീറിയതാണല്ലേ? അപ്പൊ ഇങ്ങനെയാണോ വെക്കേണ്ടത്? इस चीदड़े को लेकर भागते हैं भगवान और मैं मुनसे लड़कर छीन लेता हूँ, देखता हूँ, फिर उन्हीं से चिनवाने के लिए उनके मनोविनोद के लिए. അപ്പൊ എന്റെ ഇത് എന്താണ്? ഈ കുട്ടി എടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു അല്ലേ? ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഭഗവാൻ और मैं मुनसे लड़कर छीन लेता हूँ, देखता हूँ, फिर उन्हीं से चिनवाने के लिए. വീണ്ടും എനിക്കത് കയ്യിൽ കിട്ടിയപ്പോൾ എന്താവും? എന്റെ കയ്യിൽ ഭഗവാൻ എന്ന വേറൊരു സാധനം ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്റെ കയ്യിൽ എനിക്കത് വീണ്ടും തിരിച്ചു കിട്ടുമ്പോ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ? എനിക്ക് വേറെ ഉണ്ടോ? ഇല്ല. सोने का खिलौना तो उजके भी छीनते हैं पर चीदड़ों पर भगवान ही दया करते हैं. അതായത് ചില കുട്ടികള്, അത് ഇവിടെ പറഞ്ഞ ഈ സെന്റൻസ് പറഞ്ഞതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാല്, इतना कहकर बालक का मुंह पोंछते हुए मित्र के समान गलबा ही डाले हुए साई चला गया. അതായത് നല്ല എന്താ പറയണ്ടേ, ധനികരായ കുട്ടികൾ ഉണ്ടാവും, പാവപ്പെട്ട കുട്ടികളുണ്ടാവും. ഉണ്ടാവൂലേ? ഇല്ലേ? ധനികരായ കുട്ടികൾ ചിലപ്പോൾ വലിയ വലിയ കളിപ്പാട്ടങ്ങൾ, വലിയ വില കൂടിയ കളിപ്പാട്ടങ്ങൾ കൊണ്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക അല്ലേ? പക്ഷെ അത് പാവങ്ങളായ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നുണ്ടോ? അത് ഇല്ല അല്ലേ? അതാണ് അതിന്റെ വ്യത്യാസം. പണവും അതായത് ചിലയിടത്ത് സമ്പന്നമായത്, മറ്റുള്ളിടത്ത് ദാരിദ്ര്യം. അപ്പൊ അതേപോലെ പാവപ്പെട്ട കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ചിലവര് സ്വർണത്തിന്റെ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുട്ടികൾ ഉണ്ടാവാന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സോനേക്ക ഖിലൗനാത്തോ, കളിപ്പാട്ടം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് സ്വർണത്തിന്റെ കളിപ്പാട്ടം വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഭഗവാൻ കരുണ കാണിക്കും. ഭഗവാൻ കരുണ കാണിക്കും എന്ന് പറഞ്ഞാല് ഭഗവാൻ ആ പാവപ്പെട്ടവരുടെ കൂടെ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോഹൻ കെ പിത ആശ്ചര്യ സെ ബോലെ ഗൂദഡ് സായി തും നിരേ ഗൂദഡ് നെഹി ഗൂദടി കെ ലാൽ ഹോ. അപ്പൊ മോഹന്റെ അച്ഛന് ആകെ ആശ്ചര്യം തോന്നിപ്പോയി. കാരണം എന്തേ? ഇദ്ദേഹം ആദ്യം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ ആ കുട്ടിയോട്, അവരുടെ കമ്പനി കൂടരുത് അല്ലേ, അവരെ മൈൻഡ് ചെയ്യരുത്, അവരോട് സംസാരിക്കരുത്, അവര് ചീത്ത ആൾക്കാരാ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതിന് മറുപടി എന്ന രീതിയിലാണ് ആര് നൽകിയത്? സായി അല്ലേ? എന്താണ്? ചിലപ്പോ പണം ഉണ്ടാവാൻ, ചിലപ്പോ പണം ഇല്ലാതിരിക്കാം, പക്ഷെ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കണ്ടേ? വേണം. അപ്പോ അദ്ദേഹത്തിന് ആകെ സങ്കടം തോന്നിപ്പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ശരിക്കും അതായത് അങ്ങനെ ഒരു മനുഷ്യനല്ല നിങ്ങൾ എന്നെ കണ്ണു തുറപ്പിച്ചല്ലോ എന്ന് അദ്ദേഹം സായിയോട് ഓർമ്മിപ്പിച്ചു. ഇതാണ് ആ പാഠഭാഗം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പാടാണത്.
അതായത് ഒരു ഭിക്ഷക്കാരനും ഒരു പണക്കാരനും തമ്മിലുള്ള കഥയാണ്. ഒന്നത് വായിച്ചു നോക്കണേ, വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവുമോ നോക്കുക കേട്ടോ. അപ്പൊ ഡിസംബർ 1st വീക്കാണ് എക്സാം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം ടേബിൾ തരാൻ സാധ്യതയുണ്ട് വേഗം തന്നെ. തോന്നുന്ന കാര്യം അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്കൊന്നും ഡൗട്ട് വരണ്ട. അതായത് ഇതുവരെ പഠിപ്പിച്ച എത്ര പാഠങ്ങളുണ്ടോ അതെല്ലാം പഠിക്കുക. ഓക്കെ ഓക്കെ ബൈ, സി യു. നെക്സ്റ്റ് 11:30 നിങ്ങൾക്ക് വീണ്ടും മീനു മിസ്സിന്റെ ക്ലാസ് ഉണ്ടെന്ന് നേരത്തെ മെസ്സേജ് വിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് നിങ്ങൾ റിലാക്സ് എടുത്തിട്ട് നെക്സ്റ്റ് 11:30 കേൾക്കോട്ടോ. ഓക്കെ ബൈ, സി യു. പിന്നെ 12:15 ആരാ ക്ലാസ്? ആ ഓക്കെ, മിക്കവാറും അതേ ഉണ്ടാവുള്ളൂ. ഉച്ച കഴിഞ്ഞുണ്ടാവോ? ഉച്ച കഴിഞ്ഞില്ലത് ഒന്നും ടൈം ടേബിൾ വന്നിട്ടില്ല, ഉണ്ടാവാൻ സാധ്യത ഇല്ല. നോക്കിക്കോ. ഓക്കെ, ചിലപ്പോ മെസ്സേജ് നോക്കണേ നിങ്ങള്. ഓക്കെ ബൈ, സി യു.